വഖഫ് ആരുമായി ബന്ധപ്പെട്ടതാണ്? മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെയുള്ളൊരു വിഷയത്തിൽ പരിഷ്കരണം ആവശ്യമുണ്ടെങ്കിൽ ആ സമുദായത്തിലെ നേതാക്കന്മാരെയും മുസ്ലിം ലോ അറിയുന്ന ആളുകളെയും വിളിച്ചിരുത്തി ചർച്ച ചെയ്തിട്ടാണ് പരിഷ്കരിക്കേണ്ടത്. ഈ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അവർ വിട്ടുകൊടുത്ത സ്വത്തുക്കൾ, ആരാധനാലയങ്ങൾ, ഖബർസ്ഥാനുകൾ, മദ്രസകൾ, അതുപോലെ അനാഥശാലകൾ, ആശുപത്രികൾ, ഇങ്ങനെ പലതുമുണ്ട്. അത് സംരക്ഷിക്കപ്പെടണം. അത് കയ്യേറ്റത്തിന് വിധേയമാവരുത് എന്നുള്ളതാണ്. എന്താണോ വഖഫ്, എന്തിനാണോ വഖഫ്, അതിൻ്റെ ഉദ്ദേശം നഷ്ടപ്പെടുത്തുന്ന വിധത്തിലാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ വച്ചിട്ടുള്ള ബില്ലിലുള്ളത്. 40-ലേറെ വകുപ്പുകൾ വഖഫിനെ ഇല്ലാതാക്കുന്നതോ വഖഫിനെ ദുർബലപ്പെടുത്തുന്നതോ ആയി അതിലുണ്ട് എന്നാണ് മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം നിയമജ്ഞന്മാരും പറയുന്നത്. മറ്റ് സമുദായങ്ങളുമായി ഈ വഖഫിന് യാതൊരു ബന്ധവുമില്ല. പിന്നെ പറഞ്ഞ് ചില ആളുകൾ പരിരക്ഷയുള്ള ഒരു കൊള്ളസംഘമാണ് വഖഫ് ബോർഡ്, അവർ ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് വഖഫ് ബോർഡിനാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പ്രചരിപ്പിച്ചു. ഈ വഖഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ബോർഡ് വരും, അപ്പം അത് വഖഫായി മാറും. അങ്ങനെയില്ല. ഈ വഖഫ് ട്രിബ്യൂണലിനെ കുറിച്ച് വളരെ തെറ്റായ വിചാരമാണ് ആളുകൾക്കുള്ളത്. അത് വഖഫ് ബോർഡിൻ്റെ കീഴിലല്ല. അത് സിവിൽ കോടതിയിൽ പോയാൽ കാലം താമസം നേരിടും എന്നതുകൊണ്ട് വേഗത്തിൽ തീർപ്പാക്കാനുള്ള കോടതികൾ ഒന്നാണ് വഖഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ഇപ്പോൾ വഖഫ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ദൈവികമായ, മതപരമായ, ആത്മീയമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ദേവസ്വം സ്വത്തുക്കളോ സ്ഥാപനങ്ങളോ കൈകാര്യം ചെയ്യുന്ന സമിതിയിൽ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ അല്ലെ ദൈവനിഷേധികളോ വരണമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ അതിൽ നിന്ന് ഒന്നും തിരിച്ചെടുക്കാൻ അയാൾക്ക് കഴിയില്ല, അയാളുടെ അനന്തരാവകാശികൾക്കും കഴിയില്ല. അപ്പം അങ്ങേയറ്റത്തെ വിശ്വാസത്തിൻ്റെ പേരിലാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വില വരുന്ന ഭൂമി വിട്ടുകൊടുക്കുന്നത്. ഇപ്പോൾ വഖഫ് ബോർഡ് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ വഖഫിൽ വിശ്വാസമില്ലാത്ത ആളാവാന്ന് പറയുന്നത് ഇതൊക്കെ തകർന്നു പോകാൻ കാരണമാവില്ലേ? ഈ ബില്ല് പാസ്സാക്കിയാൽ തന്നെയും മുസ്ലിം സമൂഹത്തിൻ്റെ സങ്കടം തീരുകയില്ല എന്നത് സർക്കാർ മനസ്സിലാക്കണം. നമസ്കാരം. വഖഫ് ഭേദഗതി നിയമം കഴിഞ്ഞ ദിവസം ലോക്സഭ പാസ്സാക്കിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വഖഫ് നിയമ ഭേദഗതിയെ എതിർത്തും അനുകൂലിച്ചും കേരളീയ സമൂഹത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമൂഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ആശങ്കകളാണ് ഉള്ളത് എന്ന് നമ്മളോട് വ്യക്തമാക്കുകയാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സൺസ് ലോ ബോർഡ് അംഗവും അതുപോലെ തന്നെ 10 വർഷക്കാലം വഖഫ് ബോർഡ് അംഗവുമായിരുന്ന ഡോക്ടർ ഹുസൈൻ മടവൂർ. ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമം ലോക്സഭ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ സാഹിബ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വഖഫ് നിയമപരിഷ്കരണം എന്ന പേരിലാണ് ഇപ്പോൾ ആ ബില്ല് വന്നിട്ടുള്ളത്. സത്യത്തിൽ വഖഫ് ആരുമായി ബന്ധപ്പെട്ടതാണ്? മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെയുള്ളൊരു വിഷയത്തിൽ പരിഷ്കരണം ആവശ്യമുണ്ടെങ്കിൽ ആ സമുദായത്തിലെ നേതാക്കന്മാരെയും മുസ്ലിം ലോ അറിയുന്ന ആളുകളെയും വിളിച്ചിരുത്തി ചർച്ച ചെയ്തിട്ടാണ് പരിഷ്കരിക്കേണ്ടത്. മുമ്പ് വഖഫ് നിയമങ്ങൾ പലപ്പോഴും പരിഷ്കരിച്ചിട്ടുണ്ട്. ഈ വഖഫ് നിയമം എന്ന് പറയുന്നത് തന്നെ ബ്രിട്ടീഷുകാരുടെ ഭരണകാലം മുതൽക്കുണ്ട്. അത് വഖഫ് മാത്രമല്ല, മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളും അവരുടെ സ്വത്തുക്കളും ഒക്കെ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ക്രമീകരണമാണ്. അതുപോലെ ഹിന്ദു സുഹൃത്തുക്കളുടെ ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളുമൊക്കെ സംരക്ഷിക്കപ്പെടാൻ അവർക്കുമുണ്ട് ഹിന്ദു എൻഡോമെൻ്റ് ആക്റ്റും അതുമാതിരി ദേവസ്വം ബോർഡും നിയമങ്ങളൊക്കെ. ക്രിസ്ത്യൻസിനും അവരുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ള നിയമങ്ങളും വകുപ്പുകളുമുണ്ട്. അത് ബ്രിട്ടീഷുകാരുടെ കാലശേഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ വഖഫ് കാര്യങ്ങൾക്കൊരു ക്രോഡീകരണം വരുന്നത്. ആ ക്രോഡീകരണത്തിലാണ് കേന്ദ്ര വഖഫ് കൗൺസിലും എല്ലാ സംസ്ഥാനങ്ങളിലും വഖഫ് ബോർഡുകളും വരുന്നത്. അതിൻ്റെ ആകെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ: മുസ്ലിങ്ങൾ അവർ ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അവർ വിട്ടുകൊടുത്ത സ്വത്തുക്കൾ, ആരാധനാലയങ്ങൾ, ഖബർസ്ഥാനുകൾ, മദ്രസകൾ, അതുപോലെ അനാഥശാലകൾ, ആശുപത്രികൾ, ഇങ്ങനെ പലതുമുണ്ട്. അത് സംരക്ഷിക്കപ്പെടണം. അത് കയ്യേറ്റത്തിന് വിധേയമാവരുത് എന്നുള്ളതാണ്.
അപ്പോൾ അതിലെന്തെങ്കിലും പോരായ്മകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ വിഭാഗത്തിലെ ആളുകളെയും കൂട്ടിയിരുത്തി പരിഷ്കരിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് വഖഫ്, എന്തിനാണോ വഖഫ്, അതിൻ്റെ ഉദ്ദേശം നഷ്ടപ്പെടുത്തുന്ന വിധത്തിലാണ് ഇപ്പോൾ പാർലമെന്റിൽ വച്ചിട്ടുള്ള ബില്ലിലുള്ളത്. 40-ലേറെ വകുപ്പുകൾ വഖഫിനെ ഇല്ലാതാക്കുന്നതോ വഖഫിനെ ദുർബലപ്പെടുത്തുന്നതോ ആയി അതിലുണ്ട് എന്നാണ് മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം നിയമജ്ഞന്മാരും പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ സർക്കാർ എന്തിനാണ് ധൃതി പിടിച്ചുകൊണ്ട് ഈ ബില്ല് പാസ്സാക്കുന്നത് എന്നും നമ്മൾ അറിയേണ്ടതാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നയാ പൈസ പോലും സർക്കാർ കൊടുത്തതല്ല. സർക്കാരിന് ഇതിന് യാതൊരു ചെലവുമില്ല. മറ്റ് സമുദായങ്ങളുമായി ഈ വഖഫിന് യാതൊരു ബന്ധവുമില്ല. പിന്നെ പറഞ്ഞ് ചില ആളുകൾ പരിരക്ഷയുള്ള ഒരു കൊള്ളസംഘമാണ് വഖഫ് ബോർഡ്, അവർ ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് വഖഫ് ബോർഡിനാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പ്രചരിപ്പിച്ചു. മാത്രവുമല്ല, വഖഫ് ബോർഡ് ഏതെങ്കിലും ഒരു ഭൂമി ഇങ്ങനെ നോക്കി നിന്നിട്ട് ഇത് വഖഫാണെന്ന് പറഞ്ഞാൽ വഖഫായി പോവും, അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വത്തുക്കളും വീടുകളും ആരാധനാലയങ്ങളും ഇല്ലാതെയാകും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ ജീവിച്ചു പോരുന്ന നമ്മുടെ സഹോദരന്മാരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. ഈ പറഞ്ഞതെല്ലാം തെറ്റാണ്. വഖഫ് ബോർഡിന് അങ്ങനെ ഭൂമിയൊന്നുമില്ല. ഇപ്പൊ എൻ്റെ നാട്ടിൽ ഒരു പള്ളിക്ക് 10 സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് വേറെ ആളുകൾക്കും ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഇത്ര ഭൂമി വഖഫായിട്ടുണ്ട് എന്ന് പറയുന്നത്. അതെല്ലാ സമുദായങ്ങൾക്കും ഉണ്ട്. അതൊരു പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കുറവുള്ളത് മുസ്ലിങ്ങൾക്കായിരിക്കും, കാരണം ഒരു മൈനോറിറ്റി ആണല്ലോ. എന്നല്ലാതെ വേറെ യാതൊന്നുമില്ല. സച്ചാർ കമ്മിറ്റി പോലും വഖഫ് ബോർഡുകളെ കുറിച്ചും വഖഫിനെ കുറിച്ചും ഒക്കെ പഠനം നടത്തിയിട്ടുണ്ട്. അത് കൂടുതൽ നന്നാക്കി എടുക്കണം എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ആ നന്നാക്കി എടുക്കൽ ഇങ്ങനെ നശിപ്പിക്കുന്ന വിധത്തിലാവരുത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പോലും വലിയൊരു പ്രചരണം നടന്നത് ഈ വഖഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ബോർഡ് വരും, അപ്പൊ അത് വഖഫായി മാറുന്നു. അങ്ങനെയില്ല. സെക്ഷൻ 40 പ്രകാരം ഒരു സ്വത്ത് വഖഫാണോ അല്ലേ എന്നൊരു തർക്കം വന്നാൽ അത് വഖഫ് ബോർഡിലേക്ക് അതിന് ഒരു പരാതി വന്നാൽ വഖഫ് ബോർഡ് ആദ്യം ചെയ്യേണ്ടത് പരാതിക്കാരനോട് തെളിവ് ആവശ്യപ്പെടും. ആ തെളിവിൽ എന്തെങ്കിലും ന്യായമുണ്ട് എന്ന് തോന്നിയാൽ എതിർകക്ഷിക്ക് നോട്ടീസ് അയക്കും. ആ എതിർകക്ഷി അയാളുടെ കൈവശമുള്ള ഈ ഭൂമി വഖഫ് അല്ല എന്ന് സ്ഥാപിക്കാനുള്ള ആധാരങ്ങളും പ്രമാണങ്ങളും പട്ടയങ്ങളും നികുതി ചീട്ടും ഒക്കെ ആയിട്ട് വരും. വന്ന ശേഷം ഇത് വഖഫാണ് എന്ന് രേഖാമൂലം പ്രമാണങ്ങൾ വെച്ച് ബോധ്യപ്പെട്ടാൽ മാത്രമേ അത് വഖഫ് ബോർഡ് വഖഫാക്കുള്ളൂ. അല്ലെങ്കിൽ അത് വഖഫ് അല്ല എന്ന് തീരുമാനിക്കും. ഇനി ആ തീരുമാനം തന്നെ ഒരു കക്ഷിക്ക് അത് ശരിയായില്ല എന്ന് തോന്നിയാൽ നിലവിലുള്ള ആക്ടിൽ തന്നെ അതിന് അപ്പീലുണ്ട്. അതിനാണ് വഖഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ഈ വഖഫ് ട്രിബ്യൂണലിനെ കുറിച്ച് വളരെ തെറ്റായ വിചാരമാണ് ആളുകൾക്കുള്ളത്. അത് വഖഫ് ബോർഡിന്റെ കീഴിലല്ല, വഖഫ് സ്ഥാപനങ്ങളുടെയും കീഴിലല്ല. മുസ്ലിം പണ്ഡിതന്മാർക്കോ മുസ്ലിം സമുദായ സംഘടനകൾക്കോ ഒരു ബന്ധവുമില്ല വഖഫ് ട്രിബ്യൂണൽ. വഖഫ് ട്രിബ്യൂണൽ സർക്കാർ നിശ്ചയിക്കുന്ന ഒരു കോടതിയാണ്. അങ്ങനെ കുറെ ട്രിബ്യൂണൽ വേറെയും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഫാമിലി കോർട്ട് ഉണ്ട്. വാഹന അപകടങ്ങൾ ഉണ്ടായാൽ അത് തീർക്കാനുള്ള പ്രത്യേക കോടതിയുണ്ട്. അത് സിവിൽ കോടതിയിൽ പോയാൽ കാലം താമസം നേരിടും എന്നതുകൊണ്ട് വേഗത്തിൽ തീർപ്പാക്കാനുള്ള കോടതികളിൽ ഒന്നാണ് വഖഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അതിൻ്റെ ജഡ്ജിമാരും അംഗങ്ങളും മുസ്ലിം ആവണമെന്ന് പോലും ഇല്ല. ഇപ്പോൾ കോഴിക്കോട്ട് വഖഫ് ട്രിബ്യൂണലിലെ അതിൻ്റെ ജഡ്ജ് രാജൻ എന്ന ഒരു ജഡ്ജാണ്. മുസ്ലിം ലോ അറിയണം, വഖഫ് ലോ അറിയണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതും ഒരു തെറ്റിദ്ധാരണയാണ്. അപ്പൊ വഖഫ് ബോർഡിന്റെ തീരുമാനം തെറ്റാണ് എന്ന് തോന്നുന്ന ആൾക്ക് വഖഫ് ട്രിബ്യൂണലിനെ സമീപിക്കാം. വഖഫ് ട്രിബ്യൂണലും ഒരു വിധി പറഞ്ഞിട്ട് അത് ശരിയായില്ല, ഞങ്ങൾക്ക് ഇത് വഖഫല്ല എന്ന് തോന്നുന്നുവെങ്കിൽ അവർക്ക് ഹൈക്കോടതിയിൽ പോകാം. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ യാതൊരു ആവശ്യവുമില്ലാതെ വഖഫ് ബോർഡ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്നതിൽ അർത്ഥമല്ല. മാത്രവുമല്ല, വഖഫ് സ്വത്തുക്കളിൽ അന്യാധീനപ്പെടുത്തിക്കൊണ്ട് കൈവശം വെച്ച ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴേ അതിൽ ധാരാളം മുസ്ലിങ്ങളുണ്ട്. ഒരു പക്ഷേ വഖഫ് സ്വത്തുക്കളിൽ ഏറ്റവും കൂടുതൽ കയ്യേറ്റങ്ങൾ നടന്നു എന്ന് പറയുന്നതും അവർക്കെതിരെ നോട്ടീസ് പോയിട്ടുള്ളതും അത് മുസ്ലിങ്ങൾക്കെതിരെ തന്നെ ആയിരിക്കും. കാരണം എന്താണെന്നറിയോ, പലപ്പോഴും ഈ വഖഫ് സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ അവരുടെ അശ്രദ്ധ മൂലം കുറെ കാലം കൊണ്ട് അതിൽ പലരും വന്ന് താമസിച്ചിട്ടുണ്ടാകും. അവർ ക്രമേണ പട്ടയം കിട്ടിയിട്ടുണ്ടാവും, ക്രമേണ അവർക്ക് നികുതി അടയ്ക്കാൻ സാധിച്ചിട്ടുണ്ടാവും. ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും? അത് രമ്യമായി ഇരുന്ന് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ പരിഹരിക്കണം. പിന്നെ ഈ വഖഫ് പുതിയ ബില്ല് വരുന്നതിൽ വേറെയും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ വഖഫ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ
ദൈവികമായ, മതപരമായ, ആത്മീയമായ ഒരു കാര്യമാണ്. ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഹിന്ദുക്കൾക്ക് അവരുടെ ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങൾ, മഠങ്ങൾ, ആശ്രമങ്ങൾ, ഇങ്ങനെ പലതുമുണ്ട്. അത് അവരുടേതാണ്. ക്രിസ്ത്യൻസിന്റെ ചർച്ചുകളും കാര്യങ്ങളും അവരുടേതാണ്. ഇത് ഓരോന്നും ആര് കൈകാര്യം ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിൽ വിശ്വാസമുള്ള ആളുകളായിരിക്കണം. ഇപ്പൊ ദേവസ്വം സ്വത്തുക്കളോ സ്ഥാപനങ്ങളോ കൈകാര്യം ചെയ്യുന്ന സമിതിയിൽ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ അല്ലെ ദൈവനിഷേധികളോ വരണമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അതുപോലെ ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിന്റെ നടത്തിപ്പ് കാര്യത്തിൽ മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ വരണമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അപ്പൊ അതിനോട് വിശ്വാസമുള്ള, താല്പര്യമുള്ള ആളുകളായിരിക്കണം അത് നടത്തുന്നത്. അതനുസരിച്ച് നിലവിലുള്ള വഖഫ് നിയമത്തിൽ വഖഫ് ബോർഡിന്റെ സിഇഒ, അതിന്റെ അംഗങ്ങൾ മുസ്ലിങ്ങളായിരിക്കണം എന്നുണ്ട്. ആ മുസ്ലിങ്ങളായിരിക്കണം എന്നത് തന്നെയും വഖഫ് ബോർഡിന് അതിന്റെ ക്രമമുണ്ട്. അതിൽ ഒരു MLA ഉണ്ടാവും. എല്ലാ മുസ്ലിം MLA-മാരും കൂടിയിട്ട് ഒരു MLA തെരഞ്ഞെടുക്കും. ഒരു MP ഉണ്ടാകും. എല്ലാ മുസ്ലിം MP-മാരും കൂടിയിട്ട് ഒരു MP-യെ തെരഞ്ഞെടുക്കും. അതിൽ ബാർ കൗൺസിൽ അംഗമായ ഒരു അഡ്വക്കേറ്റ് ഉണ്ടാകും. അത് ബാർ കൗൺസിലിലെ മുസ്ലിം അഡ്വക്കേറ്റ്മാർ കൂടിയിട്ട് ഒരാളെ തെരഞ്ഞെടുക്കും. പിന്നെ മുത്തവല്ലിമാര് ബൈ ഇലക്ഷൻ അതിൽ 2 ആള് വരും. പിന്നെ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന 2 മുസ്ലിം സ്കോളേഴ്സും 2 മുസ്ലിം ഓർഗനൈസേഷന്റെ ആളുകളും ഉണ്ടാകും. ഒരു ഗവൺമെന്റ് സെക്രട്ടറി ഉണ്ടാകും. ഇതൊക്കെയാണ് വഖഫ് ബോർഡിന്റെ ഘടന. അത് വളരെ സെക്കുലറാണ്, അത് വളരെ ജനാധിപത്യപരമാണ്. മാത്രമല്ല അത് ഇസ്ലാമിക നിയമങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടാണ്, അതിനു പുറമെ ഇന്ത്യൻ ഭരണഘടനയുടെ സത്ത ഉൾക്കൊണ്ടുകൊണ്ടാണ് അത് പോകുന്നത്. അപ്പോൾ ആ ക്രമം മാറ്റുക എന്നത് വലിയ വിഷയമാണ്. ഇപ്പോൾ വഖഫ് ബോർഡ് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ വഖഫിൽ വിശ്വാസമില്ലാത്ത ആളാവാന്ന് പറയുമ്പോൾ ഇതൊക്കെ തകർന്നു പോകാൻ കാരണമാവില്ലേ? അതാണ് മുസ്ലിങ്ങൾ ഭയപ്പെടുന്ന ഒരു വലിയ പ്രശ്നം. മറ്റൊന്ന്, ഈ വഖഫ് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആരാധനാലയങ്ങൾ മുസ്ലിങ്ങളുടേതായാലും ക്രിസ്ത്യാനികളുടേതായാലും മറ്റ് മതക്കാരുടേതായാലും ഈ ആരാധനാലയങ്ങൾ പലതും 500 കൊല്ലമോ 1000 കൊല്ലമോ ഒക്കെ ആയിട്ട് അങ്ങനെ നടന്നു വരുന്നതാണ്. ഒരു കാലത്ത് ഇതിന് പ്രമാണങ്ങളും രജിസ്റ്റർ ഓഫീസും ഒക്കെ ഇല്ലാത്ത കാലം മുതൽക്ക് ഇവിടെ ആരാധനാലയങ്ങളുണ്ട്. അത് ഉപയോഗത്താൽ നൂറ്റാണ്ടുകളായി, വർഷങ്ങളായി ഉപയോഗത്താൽ ഇന്ന വിഭാഗത്തിൻ്റെതാണ് എന്ന് ക്രമീകരിച്ചു വന്നിട്ടുണ്ട്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴേ ഓരോ ആരാധനാലയവും ആരുടെ പക്കലാണോ അവരുടേതാണ് എന്നാണ് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമം. ആരാധനാലയങ്ങളെ സംരക്ഷിക്കാനുള്ള നിയമം അത് പാലിക്കല്ലാതെ വേറെ യാതൊരു രക്ഷയുമില്ല. നമ്മളൊരു ബഹുസ്വര സമൂഹം, പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും കഴിയേണ്ട ആളുകളാണ്. അതിൽ ഏതോ കാലത്ത് എന്തോ സംഭവിച്ചു എന്ന് നോക്കി വരാനും കഴിയില്ല. അപ്പോൾ ഇവിടെ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന, അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, അത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഭൂമിയിലുള്ള ആരാധനാലയം ഇനി പ്രമാണമുണ്ടെങ്കിലേ അത് വഖഫായി പരിഗണിക്കുള്ളൂ, അതിന് ആധാരം വേണം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ അവരുടെ ശ്മശാനങ്ങൾ, ഖബർസ്ഥാനുകൾ, അവരുടെ പള്ളികൾ, മദ്രസകൾ ആയി നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരുന്ന പലതും നഷ്ടപ്പെടാനും കാരണമാകും. മൂന്നാമത്തെ ഒരു വിഷയമുള്ളത്, 40-ലധികം വിഷയങ്ങൾ ഇങ്ങനെ മുസ്ലിം സ്കോളേഴ്സ് പറയുന്നുണ്ട്. മറ്റൊരു വിഷയമുള്ളത് ഈ വഖഫ് നിയമങ്ങൾ, അതിൽ തർക്കമുണ്ടായി വിചാരിക്കുക. ഒരു ഭൂമിയെക്കുറിച്ച് തർക്കം. ഇപ്പൊ സർക്കാർ തന്നെ എതിർകക്ഷിയായിട്ടുണ്ട്, ഇത് സർക്കാർ ഭൂമിയാണ്, അതല്ല വഖഫ് ഭൂമിയാണ്. അങ്ങനെ വന്നാൽ അത് പരിഹരിക്കണ്ടേ? അത് പരിഹരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ആധാരങ്ങൾ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കി തീരുമാനമെടുക്കുന്ന ഒരു ക്രമം ഇപ്പോഴുണ്ട്. അത് ഒരു സർക്കാർ സർവൻ്റായ കളക്ടറാണ് തീരുമാനിക്കേണ്ടത് എന്നിടത്തേക്കാണ് പുതിയ നിയമം വരുന്നത്. അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു ഭൂമി സർക്കാരിൻ്റെതാണ് എന്ന് സർക്കാർ അവകാശപ്പെട്ടാൽ അത് പിന്നെ ഡിസ്പ്യൂട്ടഡ് ഭൂമി എന്നതിലേക്കാണ് വരുന്നത്. ഡിസ്പ്യൂട്ടഡ് ലാൻഡ്, തർക്കഭൂമി. ആദ്യത്തെ ഘട്ടമാണത്. ഒരു ആരാധനാലയത്തെ തർക്കഭൂമിയാക്കി മാറ്റിയാൽ പിന്നെ അത് തീരുമാനമെടുക്കേണ്ട ബോഡി സർക്കാരിൻ്റെ കീഴിലുള്ള, സർക്കാർ ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അവിടെയും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങൾ മാത്രമല്ല, അത് ഹിന്ദുക്കളുടേതോ ക്രിസ്ത്യാനികളുടെയോ ഒക്കെ ആയാലും അവർക്കത് നഷ്ടപ്പെടാൻ കാരണമാകും എന്നതാണ്. പിന്നെയുള്ള പ്രശ്നം, ഒരു വഖഫ് ഭൂമി, ആ വഖഫ് ചെയ്യുന്നത് ആര്? വഖഫ് എനി പേഴ്സൺ, ഏത് മനുഷ്യർക്കും വഖഫ് ചെയ്യാമെന്നാണ്. എന്നാൽ ഇസ്ലാമികമായ പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടി, അത് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനാവാം, വിദ്യാഭ്യാസത്തിനാവാം, ചികിത്സക്കാവാം, ആരാധനാലയത്തിന് എന്തും ആവാം, അതിന് നീക്കി വെക്കുന്നതാണ് വഖഫ്. വഖഫിന്റെ ഒരു മനോഹാരിത എന്താണെന്ന് വെച്ചാൽ അത് വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ അതിൽ നിന്ന്
ഒന്നും തിരിച്ചെടുക്കാൻ അയാൾക്ക് കഴിയില്ല, അയാളുടെ അനന്തരാവകാശികൾക്കും കഴിയില്ല. അപ്പൊ അങ്ങേയറ്റത്തെ വിശ്വാസത്തിന്റെ പേരിലാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വില വരുന്ന ഭൂമി വിട്ടുകൊടുക്കുന്നത്. അത് ഉപയോഗിക്കുന്നതാവട്ടെ ആളുകളുടെയും സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും നന്മയ്ക്ക് വേണ്ടിയാണ്. അതുപോലെ വീക്കർ സെക്ഷനായ ആളുകൾക്ക് വേണ്ടിയാണ്. അത് പോയിട്ട് എന്ത് വന്നു എന്നറിയോ? പുതിയ ബില്ലിൽ പറയുന്നത് അല്ലെങ്കിൽ അതിൽ മാറ്റം വരുത്തിയത്, ഒരാൾ വഖഫ് ചെയ്യണമെങ്കിൽ അയാൾ 5 വർഷം ഒരു ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിം ആയിരിക്കണം എന്ന് നിയമം വെച്ചു. അതാരാണ് തീരുമാനിക്കുക? അപ്പൊ ഞാൻ ഒരു 10 ഏക്കർ ഭൂമി വഖഫ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ കഴിഞ്ഞ 5 വർഷമായി ഒരു പ്രാക്ടീസിങ് മുസ്ലിം ആണ് എന്ന് ആരാണ് സർട്ടിഫൈ ചെയ്യുക? അല്ലെങ്കിൽ അതിന്റെ യാതൊരു ആവശ്യവുമില്ല. ഇത് വേറെ ആരുടെയും ഭൂമിയല്ല, സ്വന്തം ഭൂമി തങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു നല്ല കാര്യത്തിന് കൊടുക്കുന്ന. ഇങ്ങനെ അനാവശ്യമായ കുറേ നിയമങ്ങൾ കൊണ്ടുവന്നു എന്നതാണ് മുസ്ലിം സമുദായത്തെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്നൊരു ബോഡിയുണ്ട്, ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്. ഡൽഹി ബേസ്ഡ് ആണത്. അത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന എല്ലാ മുസ്ലിം സംഘടനകളും സ്ഥാപനങ്ങളും വലിയ പണ്ഡിതന്മാരും ഉൾക്കൊള്ളുന്ന ഒരു ബോഡിയാണ്. ഞാൻ അതിലൊരു മെമ്പറാണ്. അപ്പൊ ഈ ബോഡി ഇന്നലെയും മെനയാന്നും ഒക്കെ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. JPC വന്നപ്പോൾ JPCയുടെ മുമ്പിൽ ചെന്ന് നേരെ ഈ വിഷയങ്ങൾ പറഞ്ഞു. ഈ ഇതര സമൂഹങ്ങളെ ബാധിക്കുന്ന പ്രശ്നമില്ല. എവിടെയെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് വഖഫ് തർക്കം എന്നത് മുസ്ലിങ്ങൾക്കുമുണ്ട്, വഖഫ് ബോർഡിനോട് തർക്കം മുസ്ലിങ്ങൾ അല്ലാത്തവർക്കുമുണ്ട്. അത് മറ്റൊരു വിഷയമാണ്, സർക്കാരിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇങ്ങനെ ഇടപെടരുത് എന്ന് JPCയുടെ മുമ്പിൽ പറഞ്ഞു. എല്ലാ മുഖ്യമന്ത്രിമാരെയും പോയി പറഞ്ഞു, ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞു, പ്രധാനമന്ത്രിയോട് പറഞ്ഞു, എല്ലാവരുടെ അടുത്തും ഈ സങ്കടം പറഞ്ഞു. പക്ഷേ അത് കേൾക്കാതെ അങ്ങേയറ്റത്തെ ധാർഷ്ട്യത്തോടു കൂടിയാണ് സർക്കാർ മുന്നോട്ട് പോവുകയും ഈ ബില്ല് പാസ്സാക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ബില്ല് പാസ്സാക്കിയാൽ തന്നെയും മുസ്ലിം സമൂഹത്തിന്റെ സങ്കടം തീരുകയില്ല എന്നത് സർക്കാർ മനസ്സിലാക്കണം. ഇത് മുസ്ലിം സമൂഹത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യും. കാരണം അവരുടെ അവകാശത്തിൽ, അവരുടെ സ്വത്തുക്കളിൽ, അവരുടെ ഭൂമികളിൽ ഇപ്പൊ തന്നെ ഇതൊന്നും ഇല്ലാതെ തന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സമൂഹം, അതുപോലെ മറ്റ് ന്യൂനപക്ഷ സമൂഹം, ഭൂരിപക്ഷ സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ, അവരൊക്കെ തന്നെ ഈ പ്രയാസം ഭാവിയിൽ അനുഭവിക്കും എന്നത് ഉറപ്പാണ്.